പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 24 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിലോർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ
നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ജോഷുവയും വിപ്രവാസ സമൂഹവും വാഗ്ദാന നാട് പ്രവേശിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അതിമനോഹരമായ ഒരു മുഹൂർത്തമുണ്ട്. അവിടെ വിവരിക്കുന്ന കൂട്ടത്തിലെ അവിടുത്തെ പശ്ചാത്തലത്തിലെ ഒഴുകുന്ന ഒരു നദി ജോർദാനാണ്. ജോർദാൻ നദിയുടെ പശ്ചാത്തലത്തിലാണ് വാഗ്ദാന നാട് പ്രവേശിക്കുന്നത്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. എന്താ അറിയാമോ? ജോർദാൻ നദി എങ്ങനെയാണ്? കൊയ്ത്തുകാലമായതിനാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകയായിരുന്നു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അത് കൊയ്ത്തുകാലമാണ്, ജോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അത് രസം എന്ന് വെച്ചാൽ ഈ ഒരു പ്രതീകം ഇങ്ങനെ വാട്ടർ മാർക്ക് പോലെ ബൈബിളിൽ ഉടനീളമുണ്ട്. നമ്മൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞ എന്താണ്? അതും ഈ വിപ്രവാസികൾ വാഗ്ദാനം പ്രാപിക്കുന്ന പോംവഴികളാണ്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറുക ആവശ്യമായിരുന്നില്ല. ഈ വചനത്തിൻ്റെ കൂടെ ജോർദാൻ വറ്റിച്ച് കടന്നു പോകുന്ന വാഗ്ദാന നാട്ടിലേക്ക് പോകുന്ന ആ ചരിത്ര മുഹൂർത്തമാണ് നിത്യരക്ഷക ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുക ആവശ്യമായിരുന്നില്ല. അപ്പം സഹനത്തിൻ്റെ ജോർദാൻ കടന്നാണ്. പക്ഷെ സഹനത്തിൻ്റെ ജോർദാൻ കടക്കുമ്പോഴേ ഈ ഏത് കരകവിഞ്ഞൊഴുകുന്ന ജലത്തെയും നിശ്ചലമാക്കുന്ന സംവിധാനം അവർക്കുണ്ടായിരുന്നു. അതെന്താണ്? വാഗ്ദാന പേടകം വഹിച്ച ജോർദാൻ കടന്നുപോയ പുരോഹിതന്മാരുടെ തോളിലിരുന്ന വാഗ്ദാന പേടകമാണ്. ഈ പുരോഹിതന്മാരെ കുറിച്ചാണ് പിന്നെ ജോഷുവ എല്ലാം മോസസ് പറഞ്ഞത്. ഇവർ വാഗ്ദാന പേടകം ചുമക്കുന്നവരും ഇവർ വാഗ്ദാന പേടകം സൂക്ഷിക്കുന്നവരുമാണ്. ഇവർ ഡെയിലി ബേജസുകാരല്ലെന്നാണ് മോസസ് പറഞ്ഞത്. അഹ്റോൻ, നിനക്ക് ഇസ്രയേലിൽ അവകാശമില്ല, കർത്താവിനെ ചുമക്കുന്നവന് കർത്താവ് തന്നെയാണ് അവകാശം എന്നൊക്കെ പറയണില്ലേ. അതാണ് സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ലബന ഉടമ്പടിയായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതായത് കർത്താവായിരിക്കും ഇവിടെ അവകാശം. അവകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ
അതിനു മുമ്പ് എന്താ പറയണത്? സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണം. സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണത് അത് വറ്റിക്കണത് എങ്ങനെയാണ്? നീ സമുദ്രത്തിലൂടെ നടക്കും, നീ നദിയിലൂടെ നടക്കും, നദി നിന്നെ വിഴുങ്ങത്തില്ല. ഏശയ്യ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത് വരുന്ന വിഷയമേ, നദിയിലൂടെ കടക്കുമ്പോൾ നദി നിന്നെ മുക്കിക്കളയത്തില്ല. എന്താ കാര്യം? ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണത്. ഞാനെന്ന് പറയുന്നത് ആരാണ്? വാഗ്ദാന പേടകമായ പഴയ, അതായത് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിൻ്റെ ഓരോ താളുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തിക്കൊണ്ടും ഒരു സഹനത്തിന് നദി കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിനെ ചുമന്നുകൊണ്ട് നടന്ന് അത് വറ്റിച്ച് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടതും ഇതെല്ലാം ഇങ്ങനെ ഇന്റർലോക്ക്ഡാണ്. ലൂക്ക 24:26 ക്രിസ്തു മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പം എൻ്റെ അർത്ഥം, മിശിഹ ഇത് സഹിച്ച് കൊയ്ത്തുകാലമായിരുന്നാൽ യോർദാൻ കരകവിഞ്ഞൊഴുകി. പക്ഷേ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതൻ കാലുകൾ നദിയിൽ ചവിട്ടിയപ്പോഴും യോർദാനം വറ്റി. അവർ സഹനത്തിലെ നദിയുടെ അക്കരയ്ക്ക് വാഗ്ദാന നാട് പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പെസഹായുടെ ഒരു നിഴൽ രൂപങ്ങൾ ഇങ്ങനെ മുഴുവൻ, പെസഹ നിഴലില്ലാത്ത, വാട്ടർമാർക്കില്ലാത്ത ബൈബിൾ ഒരു പേജ് പോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഈ അവസാന ഈശോ പറയലേ എല്ലാം പൂർത്തിയായെന്ന്. അത് പറഞ്ഞ് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ബൈബിൾ അറിയാവുന്നതിന് കണ്ണ് നിറയും. കാര്യം എന്തൊക്കെയാണ് പൂർത്തിയായെന്നറിയാമല്ലോ. പഴയ ബൈബിളിൻ്റെ ഓരോ പേജുകളിലും പെസഹായുടെ വാട്ടർമാർക്ക്, ജലമുദ്ര കിടപ്പുണ്ട്. എല്ലാം എഴുതപ്പെട്ടിരിക്കണത് എന്തിനാ? എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയും അതിൻ്റെ പരിപൂർണ വിജയമാകുന്ന സ്വർഗ്ഗ ജസേമിലേക്ക് മനുഷ്യരാശിയുടെ കൂടെ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ മർമ്മപ്രധാനത്തെ ഭാഗമാണ് കുരിശുമരണം. ആ കുരിശുമരണത്തിന് 5 മിനിറ്റ് മുമ്പ് ഈശോ പറയും, ഇറ്റ് ഈസ് accomplished. Every page, wherever it is stated that Jesus is the Redeemer, it is accomplished. എവിടെയാണ് കർത്താവ് രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ബിംബങ്ങൾ, അതിൻ്റെ നാടകീയ രൂപങ്ങൾ, അതിൻ്റെ കഥാരൂപങ്ങൾ, അതിൻ്റെ കവിതാ പ്രേരങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പ്രമേയങ്ങൾ, അതിൻ്റെ ഉപന്യാസങ്ങൾ, ഇതെല്ലാം തന്നെയല്ലേ ബൈബിള്. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? രക്ഷ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് പള്ളികളിലെല്ലാം കുരിശിൻ്റെ വഴിയും നഗരി കാണിക്കലും. ഒരു വായനയുടെ അപ്പുറത്ത്, അല്ലെങ്കിൽ കുറേ പാട്ടുകളുടെ അപ്പുറത്ത് എന്തുകൊണ്ടാണ് സഭയിൽ നഗരി കാണിക്കലും അതുപോലെ തന്നെ കാല് കഴുകലും അപ്പം അന്ത്യത്താഴ ബലിയും ഇതെല്ലാം ഒരു സിംഗിൾ ഫങ്ഷനാണ്. ഇതെല്ലാം അവസാനിക്കുന്ന ഒറ്റ വാക്കിലാണ്, ഇറ്റ് ഈസ് accomplished. ഇത് മാത്രമല്ല സിംഗിൾ ഫങ്ഷൻ. ബൈബിൾ ഇത് ആരംഭിച്ചത് തൊട്ട് അവസാനം വരെ എല്ലാം ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദൈവകാര്യങ്ങളൊക്കെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു രഹസ്യം, ദൈവിക രഹസ്യം അനുഭവിച്ച് നിശബ്ദമായി ദൈവത്തെ ധ്യാനിച്ച്, ദൈവത്തെ ലയിച്ച്, ദൈവത്തിൻ്റെ കൂടെ ഹൃദയത്തെ ആന്തരികമായ ഒരു അഭിഷേകാനന്ദം അനുഭവിക്കുന്ന രീതിയിൽ വേണം ഈ കാണിക്കുന്ന നിശബ്ദത കീപ്പ് ചെയ്യാൻ. തീർത്ഥാടനങ്ങൾക്ക് പോകണമല്ല. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ഒറ്റ മിനിസ്ട്രി പോലെ ഇത് വലിയ ബുധനാഴ്ച തൊട്ട് വലിയ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച എല്ലാ ശുശ്രൂഷയും കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാം. ചിലർ ദീർഘദൂര കുരിശിൻ്റെ വഴികൾ നടത്തും. എന്നിട്ട് ഇടവകയിലെ ശുശ്രൂഷകൾ അത്ര വലിയ കാര്യമാക്കത്തില്ല. അത് ഒരു മരമണ്ടത്തരമാണ്.
കുരിശിൻ്റെ വഴികളും ആരാധനാക്രമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സഭയുടെ ആരാധനാക്രമം എക്സ്ട്രാ ആയിട്ട് ഇടക്ക് ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ലിറ്റർജി അല്ല, ഒരു പാരൽ ലിറ്റർജിയാണ്. അത് ചെയ്തിട്ട് ഏതാണ്ട് വലിയ ആനക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇടവകയിലെ ശുശ്രൂഷകളെ, പാസ്കൽ മിനിസ്ട്രി എന്ന് പറയുന്ന ശുശ്രൂഷകളെ നിങ്ങളൊരിക്കലും ചെറുതായിട്ട് കാണുകയോ ഇതെന്ത് ഞങ്ങളിങ്ങനെ മല കയറി പോയപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞ് ഇതെന്തെന്ന് പറയാം. അങ്ങനെയല്ല. നിങ്ങൾ കഴിച്ച സഹനങ്ങളല്ല, നടപ്പല്ല പ്രശ്നം. വിശ്വാസത്തിന് മഹാരഹസ്യം അടയാളം അനുഷ്ഠിക്കുമ്പോൾ അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള നിങ്ങളുടെ ദൈവത്തോടുള്ള ആത്മബന്ധമാണ് പ്രശ്നം, ആത്മൈക്യം. അപ്പം നല്ല ഒരു പെസക നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.